ഞാനിപ്പോൾ മുണ്ടക്കയിൽ നിന്ന് കുറച്ചുകൂടി തീവ്രത കൂടിയ, അതായത് ഒരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് നീങ്ങി പുഞ്ചിരിവട്ടം എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും അതിലും ഭീകരമാണ്. മുണ്ടക്കയിലെ ഇതോടൊപ്പം അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാണുന്ന മണ്ണ് കൂടിയതിനിടയിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു, ഇടയിലുള്ള റോഡുകൾ, ഒരു റോഡുണ്ടായിരുന്നു, റോഡിന്റെ ഇരുവശവുമായി വീടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷം. ഇവിടേക്ക് ഇപ്പോൾ റെസ്ക്യൂ പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യന്ത്രങ്ങളൊന്നും ഇവിടേക്ക് ഇതുവരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം ദുഷ്കരമാണ്. റോഡാകെ നശിച്ചു കിടക്കുന്ന അവസ്ഥ. ഈ റോഡ് ഇത് ഇങ്ങോട്ടുള്ള റോഡാണ്. ഈ റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച് കിടക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ മറ്റ് പല വഴികളിലൂടെയുമാണ് ഇവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതും ദുഷ്കരമായിട്ടുള്ള, ഇപ്പോൾ മരങ്ങളടക്കം മുറിച്ച് ആളുകൾ ഇതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഒരു കൂനക്കണക്കെ മല പൊട്ടി വീണ ഒരു സ്ഥിതി നമുക്ക് അതിന്റെ ഉത്ഭവം അവിടെ അറ്റത്ത് കാണാൻ കഴിയും. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാല് പോലെ പൊട്ടി മല പൊട്ടി അടർന്ന് നിലത്തേക്ക് വീഴുന്ന അവസ്ഥ. അവിടെ നിന്ന് വരുംതോറും ഇതിന്റെ ആ വിടവിന്, ആ പൊട്ടലിന് ഉരുൾപൊട്ടലിന് വീതി കൂടി വരുന്ന സ്ഥിതി. അങ്ങനെ ഒരുമിച്ച് ഒരു വലിയ ഒരു പ്രദേശമാകെ ഒന്നടങ്കം പ്രകൃതി ഇങ്ങനെ തുടച്ചെടുക്കുക എന്ന് പറയില്ലേ, അതിന് സമാനമായൊരു അന്തരീക്ഷമാണ്. ഇവിടെയും നമുക്ക് അറ്റത്ത് നോക്കിയാൽ ഒരു വീടിന്റെ പകുതി പൊളിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച കാണാം. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു ജനവാസം ഉണ്ടായിരുന്ന സ്ഥലമാണോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നിപ്പിക്കും. ഇവിടെ പല വീടുകൾ ഈ പ്രദേശത്ത് ആയി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ ഇപ്പോൾ വീടുകളുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോഗ് സ്ക്വാഡും മറ്റുള്ള സന്നദ്ധ സംഘടന ആൾക്കാരൊക്കെ ഇപ്പോൾ നിലവിൽ മുറിച്ചിട്ട് നോക്കാനും ശ്രമിക്കുന്നു. ഇതിന്റെ ഇടയിൽ അതോടൊപ്പം തന്നെ ഇതിന്റെ താഴേന്ന് ഇറ്റാച്ചി വെച്ച് ചെയ്തപ്പോൾ താഴേന്നും ഇതേപോലെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അതിപ്പോ കൊണ്ടുപോയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ നിലവിൽ എല്ലാ സന്നദ്ധ സംഘടന ആൾക്കാരും അതുപോലെ തന്നെ ആർമി എല്ലാവരും കൂടെ അങ്ങോട്ട് കയറിപ്പോയിരുന്ന എല്ലാ സാധന സാമഗ്രികളും എല്ലാം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മേലോട്ട് കയറി പോകുന്നു. തിരച്ചിൽ കൂടുതൽ ഇവിടേക്ക് കൂടി വരികയാണ്. കാരണം ഈ മേഖലയിലേക്കൊക്കെ കടക്കാൻ തന്നെ വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണ്. അവിടെ നിന്ന് വളരെ ദുഷ്കരമായാണ് ഓരോരുത്തരും അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ചില വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നൊക്കെ ചില ഫോട്ടോകളും മറ്റും ഒക്കെ ആയി കാണുന്നുണ്ട്. ചില ഫോട്ടോകൾ, കീറിയ ചില ഫോട്ടോകളും മറ്റുമൊക്കെ കാണുന്നുണ്ട്. എത്ര പേർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തത നമുക്കില്ല. ഏതായാലും ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തിരച്ചിൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ തിരച്ചിലും ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്.